പ്രധാനമന്ത്രി റഷ്യയിലെ സന്ദർശനത്തിനിടെ പുതിനെ ആലിംഗനം ചെയ്തൊരു ചിത്രം ലോകത്തെമ്പാടും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. കാരണം കീവിൽ റഷ്യ ഒരു ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തി, ഒരുപാട് ആളുകൾ മരിച്ചു. അതേ ദിവസം തന്നെയാണ് ഈ ചിത്രം പുറത്തു വരുന്നത്. സെലൻസ്കി ആവട്ടെ, ഉക്രൈൻ പ്രസിഡന്റ്, വളരെ രൂക്ഷമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ, ലോകത്തിലെ ഏറ്റവും വലിയ രക്തദാഹിയെ ആലിംഗനം ചെയ്ത് ശരിയായില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് ഒരു ചെറിയ മങ്ങലുണ്ടായിട്ടുണ്ടോ? ഒരു ചുക്കുമില്ല. മാത്രമല്ല, പ്രതിച്ഛായ വർദ്ധിക്കുകയുള്ളൂ. ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് നമ്മൾ യൂറോപ്പിൻ്റെ കൂടെ നിൽക്കും, നമ്മളെന്തോ നാറ്റോയുടെ സഖ്യകക്ഷിയാണെന്നുള്ള മട്ടിൽ, നാറ്റോ കരാറിൽ ഒപ്പിട്ടവരാണെന്നുള്ള മട്ടിൽ, നമുക്ക് ബാധ്യതയുള്ളവരാണെന്നുള്ള മട്ടിൽ പെരുമാറി. നമ്മളത് മൈൻഡ് ചെയ്തില്ല. ദാറ്റ് വാസ് ദ ഫസ്റ്റ് സിഗ്നൽ. ഈ വെസ്റ്റിൻ്റെ പേടിപ്പിക്കലിനോ അനാവശ്യമായ ഈ പോണ്ടിഫിക്കേഷനോ ഒന്നും വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് ഇന്ത്യ പഠിപ്പിച്ചു കൊടുത്തു. നേരത്തൊക്കെ ഇന്ത്യ ശ്രീബുദ്ധൻ, മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുമായിരുന്നു. ഇപ്പം ആ പേടിയൊന്നുമില്ല. വസുധൈവ കുടുംബകം പ്രസംഗിക്കാൻ മാത്രമുള്ളൊരു പോയിൻ്റാക്കിയാണ് നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത്. അതങ്ങനെ ആയിരിക്കുകയും വേണം. അത് പ്രസംഗിക്കാൻ മാത്രമുള്ളൊരു പോയിൻ്റാണ്, പ്രവർത്തിക്കാനുള്ളതല്ല. വസുധ ഒരു കുടുംബമൊന്നുമല്ല. ഈ ഗ്ലോബൽ വില്ലേജ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഭാരതീയർക്ക് രോമാഞ്ചം വന്നു. ഇത് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വസുധൈവ കുടുംബകം, ഗ്ലോബൽ ഫാമിലി. നമുക്ക് വെറുതെ രോമാഞ്ചം വന്നു. ഈ ഗ്ലോബൽ വില്ലേജ് അവരുടെ അജണ്ടയുടെ ഒരു ഭാഗമാണ്. ദർ ഇസ് നോ ഗ്ലോബൽ വില്ലേജ്. ഷോ മീ വിച്ച് ഇസ് ഗ്ലോബൽ വില്ലേജ്. ആരാണ് ഒരു വില്ലേജിലെ ഗ്രാമീണരെ പോലെ അടുത്ത് പെരുമാറി സുഖദുഃഖങ്ങൾ പങ്കിട്ട് ജീവിക്കുന്നത്? ആരാ ലോകത്തിൽ? എല്ലാവരും മറ്റുള്ളവരെ പാരവയ്ക്കുകയാണ്. ഗ്ലോബൽ വില്ലേജ് ആയിട്ട് എൻ്റെ കയ്യിൽ ഇത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഗ്ലോബൽ വില്ലേജ് ഇറക്കിയത്. നമ്പർ 2 അടുത്തത് ഇറക്കി, എർത്ത് ഈസ് ഫ്ലാറ്റ്. നിങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടത്, ഇത് ഫ്ലാറ്റാണെന്ന് ഞാൻ നിരപ്പാക്കി ഇട്ടിട്ടുണ്ട്, അതിൽ നിങ്ങൾ കളിച്ചാൽ മതി. ഇതെല്ലാം വെസ്റ്റേൺ നരേറ്റീവായിരുന്നു. ഇതിലൊന്നും നരേന്ദ്രമോദി വീണില്ല. നരേന്ദ്രമോദി അമേരിക്ക പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റഷ്യയെ ഉപേക്ഷിച്ചില്ല. അവർ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞു. നമ്മൾ റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി റിഫൈൻ ചെയ്തിട്ട് അമേരിക്കയ്ക്ക് വിറ്റു. അമേരിക്കൻ കമ്പനികൾ ഇത് വാങ്ങി. അമേരിക്കൻ കമ്പനികൾ പറഞ്ഞു, റഷ്യയിൽ നിന്നല്ലേ എണ്ണ വാങ്ങാൻ പാടില്ലാതുള്ളൂ, ഇന്ത്യയിൽ നിന്ന് വാങ്ങാമല്ലോ. ഇന്ത്യയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ കാര്യവും നടന്നു. അതേസമയം ഇരട്ടി വിലയും കൊടുത്തു. വിഷമിച്ചു അമേരിക്ക. അമേരിക്ക സാങ്ഷൻസ് കൊണ്ടുവരുമെന്ന് ഇൻഡയറക്റ്റ്ലി ഭീഷണിപ്പെടുത്തി ഇന്ത്യയെ. എന്ത് വേണമെങ്കിൽ ചെയ്തെന്ന് പറഞ്ഞു മോദി. മൂന്നാമതും വന്നത് അമേരിക്കയ്ക്ക് വലിയൊരു അത്ഭുതവും തട്ടുമായിരുന്നു. അവർക്ക് തിരിച്ചടിയായിരുന്നു. അധികാരത്തിൽ വന്ന ഉടനെ G7 മീറ്റിന് പോയി, എല്ലാവരോടും സംസാരിച്ചു. അന്ന് എല്ലാവർക്കും അറിയാം, പുട്ടിൻ്റെ ഇൻവിറ്റേഷൻ ഹാസ് ബീൻ അക്സെപ്റ്റഡ് ബൈ മോദി. G7 കഴിഞ്ഞ് തിരിച്ചു വന്നാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പാർലമെൻറ്റിലെ നന്ദി പ്രമേയ ചർച്ചയും കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നത് റഷ്യയിലേക്കാണെന്ന് എല്ലാവർക്കും അറിയാം. റഷ്യയിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഇതിൽ രാഷ്ട്രത്തലവന്മാരെ ആലിംഗനം ചെയ്യാറുണ്ട്. മോദി ഇതിൻ്റെ ഉസ്താദാണ്. ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കും. സുനിൽ വഴി അതിനൊക്കെ സൂക്ഷിച്ചു. മോദി അതിൽ വരികയാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഹിസ് സ്റ്റൈൽ ഓഫ് റിസീവിങ് പീപ്പിൾ. അപ്പോൾ ഇത് പുട്ടിനുമായിട്ട് ചെയ്യും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് നോട്ട് അറേഞ്ച് ഡ്രാമ. ഇറ്റ് കംസ് സോ നാച്ചുറൽ ടു മോദി ദാറ്റ് ഹി ഹഗ്സ് എവരിബഡി. ഇറ്റ് ഈസ് ഹിസ് നേച്ചർ. നത്തിങ് റോങ് ഇൻ ദാറ്റ്. അപ്പോൾ ഇത് പുട്ടിനുമായിട്ട് ചെയ്തു. സെലൻസ്കിക്ക് അത് ഒബ്വിയസ്ലി ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ പരമദുഷ്ടൻ എന്ന് വിചാരിക്കുന്ന ആളിനെ വേറൊരാൾ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ചവനെ നമ്മൾ നാല് ചീത്ത പറയും. ഇതാണ് സെലൻസ്കി ചെയ്തത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സെലൻസ്കിയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. സെലൻസ്കിയെ ആ പ്രസ്താവനയുടെ പേരിൽ നമ്മൾ കണ്ടം ചെയ്തിട്ടില്ല. ആകെ അമേരിക്കയോട് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു, യൂറോപ്പ് രാവിലെ മുതൽ ഉച്ചവരെ വാങ്ങുന്ന എണ്ണ മാത്രമേ മൊത്തം ഭാരതം റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കാതെ. ദ വേ യു കൺസ്യൂം ഓയിൽ, ദാറ്റ് ഈസ് 2 times or 3 times bigger than what we purchase.
അപ്പോൾ ഞങ്ങൾ 4 തുള്ളി എണ്ണയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയത്, അതൊരു ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞു. വി ഡിഡൻ റിയാക്ട് ടു സെലൻസ്കി, വി ആർ നോട്ട് ഗോയിങ് ടു റിയാക്ട് ടു സെലൻസ്കി, ബിക്കോസ് അതൊരു ഇമോഷണൽ ഔട്ട് ബസ്റ്റാണ്, ഏത് മനുഷ്യനും ചെയ്യുന്നതാണ്, അങ്ങനെ ഫീൽ ചെയ്യും. ബട്ട് ഈ സെലൻസ്കിയും കെട്ടിപ്പിടിക്കാൻ മോദിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മോദി അവിടെയും പോയി എന്ന് വരും. മോദിയാണ് സെലൻസ്കിയോട് സംസാരിച്ചിട്ട് നമ്മളെ ഓപ്പറേഷൻ ഗംഗ, നമ്മളെ 28,000 വിദ്യാർത്ഥികളെ അവിടെ നിന്ന് കൊണ്ടുവന്നില്ലേ, ഭയ്യ ചോടുതോ, നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ നമ്മളെ അല്ല, ഞാൻ അവിടെ നിന്ന് എണ്ണയും പിണ്ണാക്കൊക്കെ മേടി, ഇതൊക്കെ ഒപ്പിട്ട കരാറല്ലേ ചേട്ടാ, അതിൻ്റെ പേരിൽ ഞങ്ങളുടെ പിള്ളേരെ ചേട്ടൻ കുഴപ്പത്തിലാക്കാതെ അവരെ അങ്ങനെ വിടിയിച്ചുകൊണ്ട് വന്നു. ഇതൊക്കെ സെലൻസ്കിക്കും അറിയാം. ഇറ്റ് ഈസ് ദാറ്റ് വാർ ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ്. റഷ്യ ജയിക്കുകയുമില്ല, ഉക്രൈൻ തോൽക്കുകയുമില്ല, യുദ്ധം തീരുകയില്ല, ഇതിങ്ങനെ അങ്ങ് കിടക്കും. അതാണ് അവരുടെ ഉദ്ദേശം, ഒരു ട്രബിൾഡ് ഏരിയ. അതങ്ങനെ ചെയ്തു. അത് ഒരു നിമിഷ നേരം കൊണ്ട് ആ യുദ്ധം ജയിച്ചു കളയാം, റഷ്യ ഒന്ന് നാണം കെടുത്താം എന്നൊക്കെ അമേരിക്ക വിചാരിച്ചിരുന്നു. അത് നടന്നില്ല. കാരണം ചൈന അപ്രതീക്ഷിതമായിട്ട് റഷ്യയെ ബാക്ക് ചെയ്തു. അതോടെ റഷ്യയുടെ കഥ കഴിക്കാമെന്ന് വിചാരിച്ച അമേരിക്ക കളിച്ച കളി എന്താണെന്നറിയാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറയും. അമേരിക്ക റഷ്യയുടെ ATM കാർഡ്സ് ഡിസേബിൾ ചെയ്തു. ചൈന പ്രൊവൈഡ് ദം കാർഡ്സ് വിച്ച് വിൽ വർക്ക്. ചൈന എക്സ്റ്റെൻഡഡ് ദെയർ ഇൻ്റർനെറ്റ് ടു റഷ്യ, വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ദിസ് ഹോൾ തിങ്സ് ഹാപ്പൻഡ്. അപ്പോൾ അമേരിക്ക വിചാരിച്ച ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ കഥ കഴിഞ്ഞില്ല എന്നാണ്. കഥ കഴിഞ്ഞില്ല. ചൈന ഇൻ്റർനെറ്റ് അവൻ ചൈനയുമായിട്ട് ലോക്ക് ചെയ്തിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്തിട്ട് എല്ലാ സാധനവും നോർമലാക്കി. അതോടെ അമേരിക്കയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ഗതി ഇന്ത്യക്ക് വരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ നിലവിളിക്കുന്നത്. ഈ ഇൻ്റർനെറ്റ് ഇവൻ്റെ ഇട്ട് കളിക്കാതെ സ്വന്തമായ ഇൻ്റർനെറ്റ് സ്വന്തമായിട്ട് വേണം എന്ന് പറയാൻ കാര്യം അതാണ്. യു ഹാവ് എ ഫ്രീഡം, യു ഹാവ് ടെക്നോളജി, പ്ലീസ് ഡു ദാറ്റ്. ഇത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയൊക്കെ അവർ ശ്വാസം മുട്ടിക്കും. നമ്മളെ അവർ ചെയ്യാത്തെന്ന് വെച്ചാൽ നമ്മൾ വി ആർ എ വെരി ബിഗ് മാർക്കറ്റ്. 140 കോടി ജനങ്ങളുള്ള മാർക്കറ്റിനെ അവഗണിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യ ഈസ് അങ്ങനെ ബിലിറ്റിൽ ചെയ്യാനോ അവഗണിക്കാനോ പറ്റിയൊരു മാർക്കറ്റല്ല. അത് വെച്ചിട്ട് നമ്മളും കളിക്കുന്നു. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നമ്പർ 1, ചൈന നമ്പർ 2, നമ്മളിപ്പോൾ നമ്പർ 5 നിൽക്കുകയാണ്. നമ്മൾ നമ്പർ 2ഓ നമ്പർ 3ഓ ആയിക്കഴിഞ്ഞാൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും പേടിയാണ്. ഇനി ഇവൻ എപ്പോഴാണ് നമ്പർ 1 ആകുന്നത്? അപ്പോൾ അതുകൊണ്ട് അവർ നമ്പർ 5ലോ നമ്പർ 6ലോ 7ലോ ഒക്കെ ആക്കാൻ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. നമ്മളെ ഇവർ കൊള്ളില്ലാത്തവരാണെന്ന് ഇൻഡെക്സ് ഇറക്കും. പട്ടിണിക്കാരാണ്. ഹങ്കർ ഇൻഡെക്സിൽ പാകിസ്ഥാനേക്കാളും താഴെയാണ് നമ്മളെന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഇറക്കി. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ കൂട്ടിക്കുഴിച്ചു. ഇന്ത്യ ദരിദ്രം കണ്ടില്ലേ പാകിസ്ഥാനിലേക്ക്. അത് പാകിസ്ഥാനിൽ ഗോതമ്പിന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന വീഡിയോ 100,000 എണ്ണം കിടക്കുന്നത്. അവിടെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ അമേരിക്കയിൽ ഇൻഡെക്സ് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ മോദിയെ എങ്ങനെയെങ്കിലും കൊച്ചാക്കാനായിട്ട് ഇന്ത്യ പട്ടണം പാവങ്ങളാണെന്ന് പറഞ്ഞു. വാട്ട് നോൺസെൻസ്. മോദിയുടെ റിപ്ലൈ എന്തായിരുന്നു? ഒരു 8 മാസത്തേക്ക് കൂടെ സൗജന്യ റേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. കൊറോണ കാലത്ത് തുടങ്ങിയതാണ്. കൊറോണയും പോയി, എല്ലാം പോയി. എക്സ്റ്റെൻഡ് ചെയ്യണം. അവൻ്റെ ഇൻഡെക്സ് അവിടെ കിടക്കട്ടെ എന്ന്. ഹി ഡിഡൻ റിയാക്ട് ടു ദ ഇൻഡെക്സ്, ബട്ട് ഹി ഷോഡ് ദാറ്റ് വി ഹാവ് വീറ്റ് ആൻഡ് റൈസ് ടു ഫീഡ് അവർ പീപ്പിൾ. ഇഫ് യു നീഡ് വി ക്യാൻ എക്സ്പോർട്ട് ഓൾസോ. എന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? ഈ ബസ്മതി റൈസിൻ്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തു. ഒരു 6 മാസം മുമ്പാണ്. അമേരിക്കയിൽ വലിയ ബഹളമായി. കാരണം അമേരിക്കയിൽ ഉള്ള ഇന്ത്യൻസ് ഉണ്ടല്ലോ, അവർ കഴിക്കുന്നത് ബസ്മതി റൈസാണ്. അവരുടെ വലിയ ഇന്ത്യൻ ഡയസ്പോറയുണ്ട് അമേരിക്കയിൽ. അവർ വലിയ ബഹളമായി. അമേരിക്ക നമ്മളോട് ചോദിക്കുന്നത് എന്ത് പോക്കൃത്തിനാണ് ചേട്ടൻ നിർത്തിയതെന്ന്. അല്ല, ഞങ്ങൾ ദാരിദ്ര്യമാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ? തന്നെ ഇറക്കിയ ലിസ്റ്റ് നോക്ക്. അയ്യോ, പാകിസ്ഥാനിലും താഴെയാണ് ഞങ്ങൾക്ക് കഴിക്കാനില്ല, പിന്നെ ഇങ്ങനെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് അമേരിക്കയിൽ തരും. അവിടെയുള്ളവർക്ക് നിങ്ങളെന്തെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ നെല്ലും അരിയൊക്കെ. അങ്ങനെയല്ല, അത് വൃത്തികേട് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ കർഷകർ ബഹളം തുടങ്ങി. കാരണം അവർ എക്സ്പോർട്ട് ചെയ്ത് അവർക്ക് കിട്ടാനുള്ള കാശിലേ പോകുന്നത് നിരോധിച്ചു കഴിഞ്ഞാൽ. ഒടുവിൽ ബസ്മതി ഇനങ്ങൾ മാത്രം, അത് ചില പ്രത്യേക കാറ്റഗറിയൊക്കെ ഉണ്ട്, അത് വെച്ച് പൊളിറ്റിക്സ് കളിക്കാൻ എനിക്കറിയാം. ശരി, അത് എക്സ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു.
പിന്നെ ഈ ഇൻഡെക്സുകൾ ഇറങ്ങിയിട്ടില്ല. പാകിസ്ഥാൻ സമൃദ്ധമാണെന്നും നമ്മൾ ദരിദ്രവാസിയാണെന്നും ഒക്കെയുള്ള ഇൻഡെക്സ് പോയി മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമാധാനം, അവരും ഇൻഡെക്സിനെ പറ്റി മിണ്ടുന്നില്ല. ഇപ്പോൾ ഈ കോൺഗ്രസ് മോദിയുടെ റഷ്യ സന്ദർശനത്തെ അപലപിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ജയറാം രമേശ്. വളരെ മോശമാണ് ഇങ്ങനെയുള്ള സമയത്ത് അവിടെ പോയത്, കുട്ടികളെയൊക്കെ കൊല്ലുകയാണ് റഷ്യ. അല്ല, ഒരു AICC പ്രമേയം അവർ പാസ്സാക്കട്ടെ. നമ്പർ 2, റഷ്യൻ എംബസി ഉണ്ട് ഡൽഹിയിൽ. ലെറ്റ് ഹിം ഗോ ആൻഡ് പ്രൊട്ടസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് റഷ്യൻ എംബസി. ലെറ്റ് മീ സീ വാട്ട് ഹാപ്പൻസ്. കോൺഗ്രസ്സിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ റഷ്യൻ എംബസിയുടെ മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തണം. പറ്റുമോ രാഹുൽ ഗാന്ധിക്ക്? ജയറാം രമേശിന് പറ്റുമോ? ലെറ്റ് മീ ഷോ ഐ എം ചലഞ്ചിങ് ദം. എന്താ ചെയ്യാത്തത്? എന്താ ചെയ്യുക? പേടിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ ആദ്യം റഷ്യൻ എംബസിയിൽ വിളിച്ചു ചോദിക്കും, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇമെയിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ അപ്രൂവ് ചെയ്താൽ ഞാൻ പത്രങ്ങൾക്ക് കൊടുക്കാം. വാട്ട് ഈസ് ദിസ്? ദാറ്റ് ഈസ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഡോൺ വറി. ഓക്കെ. അല്ല, എന്തൊക്കെ കോൺഗ്രസ് റഷ്യയെ പേടിക്കണം? എന്തിനും പേടിക്കാതിരിക്കുക? അവർക്ക് ആരെയാണ് പേടിയില്ലാത്തത്? ഹാവ് യു എവർ സീൻ? ഞാനിപ്പോൾ പറയട്ടെ, കാശ്മീരിൽ ഈ വെടിവെപ്പും സംഗതിയൊക്കെ നടക്കുന്നു. പാകിസ്ഥാൻ എംബസിയുടെ മുമ്പിൽ ഒരു പ്രകടനം കോൺഗ്രസ് നടത്തുമോ? അത് ചെയ്യത്തില്ലല്ലോ. അത് എന്താ ചെയ്യാത്ത ആവശ്യമാണ്? എന്താ അത് തന്നെ. അവർക്ക് പല ആവശ്യങ്ങൾ പല എംബസിയുമായിട്ടുണ്ട്. അവർ ചൈനീസ് എംബസിയുമായിട്ട് എന്താ കരാർ ഒപ്പിടുകയൊക്കെ ചെയ്തിട്ടില്ല കോൺഗ്രസ്സുകാർ. പല കളികൾ അവർ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പത്രപ്രസ്താവന കൊടുക്കണമെങ്കിൽ ആർക്കെതിരെയാണോ കൊടുക്കുന്നത് അവൻ്റെ സമ്മതം വാങ്ങിച്ചിട്ട് അവൻ്റെ കറക്ഷനോടുകൂടി പത്രപ്രസ്താവന കൊടുക്കും. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അല്ലാതെ എന്ത് ഗട്ട്സാണ് കോൺഗ്രസ്സിനുള്ളത്? വെറുതെ. അപ്പോൾ ഇന്ത്യൻ ഇമേജിന് കുഴപ്പമൊന്നുമില്ല റഷ്യൻ സന്ദർശനം കൊണ്ട്? ഇല്ല, ദിസ് ഇമേജ് ഈസ് ബീയിങ് ക്രിയേറ്റഡ് ബൈ സർട്ടൻ നരേറ്റീവ്, സർട്ടൻ മീഡിയ. ഇഫ് യു ഡോണ്ട് കെയർ ഫോർ ദം, പോയി പണി നോക്കടാന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ തീരുന്നതാണ് ഈ ഇമേജ് പരിപാടി. ഡീപ് സ്റ്റേറ്റ് അല്ല, ഇമേജ് പരിപാടി. അത് മാത്രമല്ല, അത് പറഞ്ഞല്ലോ, ഇപ്പോൾ റഷ്യയിലെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദ ആൻഡ്രൂ ദ അപ്പോസ്തലേറ്റ്, അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര്, അതിപ്പോൾ മോദി സ്വീകരിക്കുകയും ചെയ്തു. അവിടെ പോയി കെട്ടിപ്പിടിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിന്നുള്ള സമ്മാനവും മേടിച്ചു. എന്ന് വെച്ച് നമ്മൾ റഷ്യയുടെ ഭാഗത്തായി എന്ന് വിചാരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ ചിലപ്പം മിന്നൽ പോലെ ഇദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി എന്ന് വരും. അതെന്തിനാണെന്ന് ഒരു രാഷ്ട്രത്തിനും മനസ്സിലാവില്ല. ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ തന്നെ പ്രൈം മിനിസ്റ്റർക്കും 1-2 പേർക്ക് മാത്രമേ അറിയുന്ന കാര്യം. അപ്പോൾ ഇവർ അടുത്ത ബഹളം തുടങ്ങുന്നു. നോക്കൂ, അദാനിക്ക് വേണ്ടി കോൺട്രാക്റ്റ് സംഘടിപ്പിക്കാൻ പോയതാണെന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ ഓസ്ട്രേലിയക്കാർ പറയിപ്പിക്കും. കാരണം നമുക്ക് വേറെ കാര്യം സാധിക്കാനുണ്ട്. അപ്പോൾ അത് മറച്ചു വയ്ക്കാൻ എന്താ ചെയ്യുക? ഒരു കാര്യം, നമ്മുടെ സ്ഥിരം നമ്പറില്ലേ അദാനി, അതൊന്ന് ചോദിച്ചു. അപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു മന്ത്രി എന്തെങ്കിലും പറയും, അത് അദാനിയുടെ കാര്യത്തിനാണ് മോദി വന്നത്, എന്തെങ്കിലും ഒരു പറയും. അത് കിട്ടിയൂടാ അദാനി എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നിടയ്ക്ക് മറ്റേ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് മൂപ്പരിങ് വരും. ദിസ് ഈസ് ഹൗ വി ആർ ലിവിങ്. ഇതല്ലാതെ ഈ ഗ്ലോബൽ വില്ലേജ്, വസുധൈവ കുടുംബം, ഇറ്റ്സ് ഓൾ ഫൂളിഷ്. ഇതൊന്നും അല്ല ലോകത്ത് നടക്കുന്നത്. അവനവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ജോലിയാണ്. ആ താല്പര്യം അറ്റ് എനി കോസ്റ്റ് മോദി യാത്ര തുടർന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും. അല്ലാതെ ഇവൻ്റെ ഈ ഓളിയിടൽ കേട്ടിട്ട് അങ്ങേർക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏതായാലും നടക്കട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.